CMA ഇന്ത്യയും CMA US-ഉം ഒരേ കോഴ്സ് രണ്ട് രാജ്യങ്ങൾ നൽകുന്നതാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ആക്ച്വലി കാര്യങ്ങൾ വളരെ ഡിഫറൻ്റ് ആണ്. CMA ഇന്ത്യ ആ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നൽകുന്നത് ICAI അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയാണ്. CMA US നൽകുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ട്സ് US-ലെ ഒരു ബോഡിയാണ്. അപ്പോൾ ഇതിൽ ആ പേരിൽ തന്നെ നമുക്ക് ഡിഫറൻസ് വ്യക്തമാണ്. ഒന്ന് കോസ്റ്റ് അക്കൗണ്ടൻസ് ആണ്, രണ്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. ആക്ച്വലി CMA US എന്നുള്ളത് സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. CMA ഇന്ത്യ എന്നുള്ളത് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. അതെന്താ ഈ രണ്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് അത്ര വലിയൊരു വ്യത്യാസമാണോ? ഞാൻ ചെറിയൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട് എന്ന് വിചാരിക്കുക. അവിടെ ഒരുപാട് റോ മെറ്റീരിയൽസ് വരും, അതിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോസ്റ്റുകൾ ഉണ്ടാവും. ഇത്തരത്തിലുള്ള കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരാളാണ് CMA ഇന്ത്യ ക്വാളിഫൈ ചെയ്യുന്ന ഒരാൾ, കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ആൾ എന്നുള്ളത്. എന്നാൽ ഒരു സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നുള്ളത് അയാൾ ചിലപ്പോൾ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ, ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ, അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലോസിൽ എല്ലാം അഗ്രഗണ്യനായിട്ടില്ല, അല്ലെങ്കിൽ അതെല്ലാം പഠിച്ചിട്ടുള്ള ഒരാളായിരിക്കും. പ്രോബ്ലി ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷനിൽ കുറച്ചുകൂടി ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിൽ, ഒരു ഓഫീസ് സെറ്റപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ നമുക്ക് ജോലിയുടെ രണ്ടിൻ്റെ സ്വഭാവം വ്യത്യാസമാണ്. ഒന്ന് CMA ഇന്ത്യ എന്നുള്ളത് കുറച്ചുകൂടി ഇന്ത്യൻ ടാക്സ് ലോസും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്, മാനുഫാക്ചറിങ് യൂണിറ്റുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, മറ്റൊന്ന് ഒരു കുറച്ചുകൂടി ഗ്ലോബലി റിനോൺഡ് ആയിട്ട്, അല്ലെങ്കിൽ ഗ്ലോബലി അക്രഡിറ്റഡ് ആയിട്ടുള്ള അത്തരം ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് CMA US എന്നുള്ളത്. അപ്പോൾ രണ്ടിൻ്റെയും ഇൻറ്റൻഷൻ തന്നെ വ്യത്യാസമാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി കാലയളവിലും വ്യത്യാസമുണ്ട്. CMA ഇന്ത്യ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം ഒരു 3.5 to 4 years, 3 years നമ്മൾ എന്തായാലും സ്പെൻഡ് ചെയ്യേണ്ടി വരും. CMA US പ്രോബ്ലി ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 2 years ക്വാളിഫൈ ചെയ്യാം. CMA ഇന്ത്യയുടെ പാസ് റേറ്റ് എന്നുള്ളത് ഹിസ്റ്റോറിക്കലി 15 to 20% ആണ്. അതായത് 20% ആളുകൾ മാത്രമാണ് ഓരോ അറ്റംപ്റ്റിലും ക്വാളിഫൈ ചെയ്യുന്നത്. CMA USAയുടേത് അത് ഏകദേശം 45 to 50% ആണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റുമായി ബന്ധപ്പെട്ടാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CMA ഇന്ത്യ ചൂസ് ചെയ്യാം. അപ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് മാനുഫാക്ചറിങ് കുറവാണ്. നേരെ മറിച്ച് തമിഴ്നാട് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ ഏരിയ, ബാംഗ്ലൂർ പോലത്തെ സ്ഥലങ്ങളിലുള്ള ഇൻഡസ്ട്രിയൽ ഏരിയാസ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് കൂടുതലാണ്. എന്നാൽ നേരെ മറിച്ച് ഒരു CMA US കഴിയുന്ന ഒരാൾ പ്രോബ്ലി അയാൾക്ക് ഗ്ലോബലി പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. അവിടെ KPMG അല്ലെങ്കിൽ ഏണസ്റ്റ് ആൻഡ് യങ് ഇത്തരം ഓർഗനൈസേഷൻസ് ഉണ്ടാവും, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ഉണ്ടാവും. ഇതിലെല്ലാം ഒരു CMA US കഴിയുന്ന ഒരാൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അൾട്ടിമേറ്റ്ലി ഇത്തരം ഒരു കരിയറിലോട്ട് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ CMA ഇന്ത്യയോ CMA US-ഓ ACCA CA ആവട്ടെ, നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ ആവണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കഴിവുകൾ നമുക്കുണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു അനലിറ്റിക്കൽ തിങ്കിങ് എബിലിറ്റി, നിങ്ങൾ മാത്സ് നമ്പേഴ്സുമായിട്ട് നിങ്ങൾ നിരന്തരം ഇരുന്നുകൊണ്ടേയിരിക്കണം, വളരെ പേഷ്യൻ്റ് ആവണം, വളരെ ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തണം. വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ആക്ച്വലി ഇത്തരം ജോബ്സ് ചെയ്യാൻ സാധിക്കുക. കാരണം ഇപ്പം നിങ്ങളൊരു ഫാക്ടറിയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ ഫാക്ടറിയിൽ എന്തെല്ലാം തരത്തിലുള്ള കോസ്റ്റുകൾ ഉണ്ടാവും അല്ലേ? അവിടെ എന്തെല്ലാം രീതിയിൽ നമ്മൾ അക്കൗണ്ട്സ്, ബുക്സ് ഒക്കെ കീപ്പ് ചെയ്യേണ്ടി വരും. വളരെ മെറ്റിക്കുലസ്ലി നമ്മൾ നോക്കേണ്ടി വരും. അവിടെ അക്കൗണ്ട് ബുക്സ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ് ഡ്രൈവ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഇതിലൊരു കരിയർ ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾക്ക് എക്സാം പാസ്സാവാൻ സാധിക്കും, പക്ഷേ ഒരു കരിയർ ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾ വളരെ അത്തരത്തിലുള്ള ക്വാളിറ്റീസ് ഒക്കെ ഉള്ളൊരു പേഴ്സൺ ആവുന്നതാണ് നല്ല. അത്തരം പേഴ്സൺസിനാണ് ഈ ഒരു കരിയർ കൂടുതൽ പറഞ്ഞിട്ടുള്ളത്, അത് ഏതൊരു മാനേജ്മെൻറ്റ് പ്രൊഫഷൻ ആണെങ്കിലും. അപ്പോൾ ഇതാണ് CMA ഇന്ത്യയെക്കുറിച്ചും CMA US-നെ കുറിച്ചും പറയാനുള്ളത്. നിങ്ങൾ ഇതിൽ നിന്ന് വളരെ നല്ലൊരു ഡിസിഷൻ നിങ്ങൾ ആലോചിച്ച് തന്നെ എടുക്കുക.